യൂട്യൂബിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചാനൽസ് ഉണ്ടോ എങ്കിൽ യൂട്യൂബിന്റെ ഈ ഒരു പോളിസിയെ കുറിച്ച് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾ ഒന്നിലധികം ചാനലുകൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ പറയാൻ പോകുന്ന യൂട്യൂബിന്റെ ഡേഞ്ചറസ് ആയിട്ടുള്ള പോളിസിയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഏതെങ്കിലും ഒരു ചാനൽ ടെർമിനേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര ചാനലുകളുണ്ടോ അത് മൊത്തം ടെർമിനേറ്റ് ആവും. അതായത് എക്സിസ്റ്റിംഗ് ചാനൽസും ടെർമിനേറ്റ് ആവും, പുതുതായിട്ട് നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്താൽ അതും ടെർമിനേറ്റ് ആവും. അപ്പൊ ഇതാണ് സർക്കംവെൻഷൻ പോളിസി. അതായത് നമ്മളുടെ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, യൂട്യൂബിന്റെ എന്തെങ്കിലും പോളിസി വയലേഷൻ കൊണ്ട് ടെർമിനേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾക്ക് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് യൂട്യൂബ് സമ്മതിക്കത്തില്ല. മനസ്സിലായോ? അതായത് നമുക്ക് ആ ഒരു ചാനൽ പോയാലും കുഴപ്പമില്ല, അടുത്തൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ചാനൽ ടെർമിനേറ്റ് ആയാലും കുഴപ്പമില്ല, എൻ്റെ വേറെ ചാനൽസ് ഉണ്ട്, അത് വെച്ച് ഞാൻ പൈസ ഉണ്ടാക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിൽ നടക്കത്തില്ല. അപ്പൊ ഈ പോളിസിയാണ് യൂട്യൂബ് സർക്കംവെൻഷൻ പോളിസി എന്ന് പറയുന്നത്. ഉദാഹരണം ഞാൻ പറയും. ഇപ്പോൾ ഒരാൾക്ക് ഒരു 4 ചാനൽസ് ഉണ്ടെന്ന് വിചാരിക്കുക. 4 ചാനലിൽ ഒരു ചാനൽ അത്ര ശ്രദ്ധിക്കുന്ന ചാനലല്ല, അതിലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കണ്ടന്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് തഴഞ്ഞിട്ടേക്കുന്ന ചാനലാണ്, വലിയ ഫോളോവേഴ്സ് ഒന്നുമില്ല, ആ ഒരു ചാനൽ അങ്ങനെ സൈഡിൽ കിടക്കുന്നു. ബാക്കി 3 ചാനലുകളിൽ നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, നല്ല റീച്ച് കിട്ടുന്നുണ്ട്, ഒരുപാട് വ്യൂസ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചാനൽ ഒഴിച്ചിട്ടേക്കുന്ന ആ ചാനലില് പണ്ടെപ്പോഴോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുറെ ആവശ്യമില്ലാത്ത വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തു. അന്ന് യൂട്യൂബിന്റെ പോളിസിക്ക് ആ ഒരു വീഡിയോസ് ഒന്നും പ്രശ്നമായിരുന്നില്ല. പക്ഷെങ്കിൽ ഇന്ന് യൂട്യൂബിന്റെ പോളിസികൾ മാറി വന്നു കഴിഞ്ഞപ്പോൾ അതിൽ കിടക്കുന്ന ചില വീഡിയോകൾ യൂട്യൂബിന്റെ പോളിസിക്ക് എതിരായിട്ടുള്ളതാണ്. അപ്പൊ യൂട്യൂബ് എന്ത് ചെയ്യും? യൂട്യൂബിന്റെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയൊക്കെ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള വീഡിയോകൾ ഫൈൻഡ് ചെയ്യാനും ആ ചാനലുകൾ ടെർമിനേറ്റ് ചെയ്യാനും യൂട്യൂബിന് സാധിക്കും. അങ്ങനെ ആ ഒരു ചാനൽ ടെർമിനേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 3 ചാനൽ ഉണ്ടല്ലോ, അതിൽ വർക്ക് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. അതായത് ഈ ഒരു ചാനൽ ടെർമിനേറ്റ് ആകുന്നതിലൂടെ യൂട്യൂബ് എന്തെടുക്കും? മറ്റ് 3 ചാനലുകളിലേക്കും സസ്പെൻഡഡ് ഡ്യൂ ടു റിലേറ്റഡ് ചാനൽ എന്ന് പറയുന്ന ഒരു മെയിൽ അയച്ചുകൊണ്ട് ബാക്കി 3 ചാനലുകളും ടെർമിനേറ്റ് ചെയ്യും. മനസ്സിലായി? അതായത് ഒരു ചാനൽ ടെർമിനേറ്റ് ആയതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന മറ്റ് 3 ചാനലുകളും ടെർമിനേറ്റ് ആയി. ഇനി പോട്ടെ, എല്ലാം പോയി, ഇനി നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് ആ സെയിം മെയിൽ ഐ ഡിയിൽ നിന്നോ മറ്റേതെങ്കിലും പുതിയൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ടോ ഒരു ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും പോകും. സസ്പെൻഡഡ് ഡ്യൂ ടു റിലേറ്റഡ് ചാനൽ. മനസ്സിലായോ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞ സർക്കംവെൻഷൻ പോളിസി. അതായത് ഒരാൾക്ക് ഒരു ചാനൽ ഉണ്ടാക്കി അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. അതല്ലാതെ മൾട്ടിപ്പിൾ ചാനൽസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റും. പക്ഷെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ചാനൽ പോളിസി വയലേഷനിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ എല്ലാ ചാനലുകളും പോകും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് എപ്പോൾ വന്ന പോളിസിയാണ്, ഇതൊരു പുതിയ പോളിസിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇത് കുറച്ച് പഴയ പോളിസി തന്നെയാണ്, വർഷങ്ങളായിട്ട് യൂട്യൂബിലുള്ള പോളിസിയാണ്. പക്ഷെങ്കിൽ യൂട്യൂബ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് അറിയോ? ഇപ്പോൾ ഒരു ചാനൽ ടെർമിനേറ്റ് ആയാൽ അതേ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്യുമായിരുന്നു. അന്ന് യൂട്യൂബിന് ഇത്രയും അൽഗോരിത സിസ്റ്റങ്ങളൊന്നും സ്ട്രോങ് ആയിരുന്നില്ല. ഇപ്പം AI ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ ഈസിയാണ് ഈ ഒരു കാര്യം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരാൾ ഒരു ചാനൽ ടെർമിനേറ്റ് ആയി അയാൾ മറ്റൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയാലും പെട്ടെന്ന് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യും. IP അഡ്രസ് ട്രാക്ക് ചെയ്തുകൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അവരുടെ ഫേസ് എക്സ്പ്രഷൻസ്, അവരുടെ വീഡിയോ ചെയ്യുന്ന സ്റ്റൈല്, ഓഡിയോ, ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും AI ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബിന് ഇന്ന ആളുടെ ചാനലാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു സിസ്റ്റം പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കുകയും വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ ഏത് മെയിൽ ഐ ഡി ഉപയോഗിച്ച് ചാനൽ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പോളിസി നേരത്തെ തൊട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴാണ് ആളുകൾക്ക് കൂടുതലും പണി കിട്ടാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ പോളിസിയിൽ മറ്റൊരു കാര്യം കൂടെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തു, നമ്മളെ ഈ രീതിയിലൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ എത്ര ചാനൽ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്യും. ഇനി നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ആരുടെയും പേരിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ വീഡിയോ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അന്നേരം പ്രശ്നമുണ്ടോ എന്നൊരു ചോദ്യം പലരും ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേരവും പ്രശ്നമാണ്. അത് ഈ നേരത്തെ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം മുമ്പ് വരെ അതൊരു പ്രശ്നമായിരുന്നില്ല. പക്ഷെങ്കിൽ ഇപ്പം അത് വീണ്ടും പ്രശ്നമായിട്ടുണ്ട്. അതായത് നമ്മളുടെ ഫേസ് കാണിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് യൂട്യൂബ് അനലൈസ് ചെയ്യും. ചിലപ്പം തുടക്കത്തിൽ പണി കിട്ടിയില്ല എന്ന് വരാം, പക്ഷെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ യൂട്യൂബ് അത് മനസ്സിലാക്കുക. അവിടെ ഇന്ന ചാനൽ ടെർമിനേറ്റ് ആയ ടീമാണല്ലോ ഇപ്പൊ പുതിയ ഐഡിയിൽ അല്ലെ പുതിയ പേരിൽ പുതിയ ചാനൽ ഉണ്ടാക്കി വീഡിയോ എടുത്തതെന്ന് മനസ്സിലാക്കി അവിടെയും പണി തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ പലരുടെയും ചാനൽ പോയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കേസ് കൂടെ ഉണ്ട്. ഇപ്പം ഒരാളുടെ ചാനൽ ടെർമിനേറ്റ് ആയി, മൾട്ടിപ്പിൾ ചാനൽസ് ഇതുപോലെ ടെർമിനേറ്റ് ആയി, ആ വ്യക്തി മറ്റൊരു ചാനൽ, വേറൊരാളുടെ ചാനലിൽ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റ് ചാനലിൽ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ പോഡ്കാസ്റ്റ് ചാനലാണെന്നുണ്ടെങ്കിൽ ടെർമിനേറ്റ് ആയ ഒരു ചാനലിന്റെ ഓണറിനെ ഞാൻ വിളിച്ച് എന്റെ വീഡിയോയിൽ പോഡ്കാസ്റ്റ് ചാനലിൽ കൊണ്ടുവന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ ചാനൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെയും പ്രശ്നമുണ്ട്. ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഒക്കെ ഒരാളെ പോഡ്കാസ്റ്റിന് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു ഫേസ് നമ്മുടെ വീഡിയോയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇതേ ആള് നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ വന്നും പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ പണി കിട്ടാനുള്ള
സാധ്യതയുണ്ട്. അപ്പം അത്രയും വരെ ഒരു റിസ്ക് ഫാക്ടർ ഈ സർക്കംവെൻഷൻ പോളിസിയിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രം യൂട്യൂബിൽ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുക. ഇനി ഇങ്ങനെ ഒരു ഇഷ്യൂ നമ്മുടെ ചാനലിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അപ്പീൽ ചെയ്യാൻ പറ്റും. അപ്പീൽ ചെയ്ത് നമ്മളുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന ആ ഒരു പ്രശ്നം ജെനുവിൻ ആണെന്ന് യൂട്യൂബ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടെർമിനേഷൻ ഒരിക്കലും മാറ്റത്തില്ല. രണ്ടാമതായിട്ട് ഇനി അത് ഒരു ബൈ മിസ്റ്റേക്കിൽ വന്നൊരു പണിഷ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് അത് മാറ്റുകയും നമ്മളെ ചാനലിൽ തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പം വേറൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. ഇപ്പം എനിക്ക് 4 ചാനലുണ്ട്, അല്ലെ 5 ചാനലുണ്ട്. ആ ചാനലിൽ ഒരു ചാനൽ ടെർമിനേറ്റ് ആയി, ബാക്കി 4 ചാനലുകൾ അതിനോടൊപ്പം തന്നെ ടെർമിനേറ്റ് ആയിപ്പോയി. അപ്പോൾ ഈ ആദ്യത്തെ ചാനൽ തിരിച്ചു കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 4 ചാനലുകളും തിരിച്ചു കിട്ടുമെന്നുള്ളൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് യൂട്യൂബിൻ്റെ പോളിസി. ഏത് ചാനലാണോ ആദ്യം ടെർമിനേറ്റ് ആകുന്നത് ആ ചാനലിൻ്റെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് ആ ചാനൽ റിക്കവർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ചാനലുകൾ ടെർമിനേറ്റ് ആയിട്ടുണ്ടോ അത് മൊത്തം ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ച് നോർമൽ അവസ്ഥയിലേക്ക് വരും, ലൈവായിട്ട് വരും. മനസ്സിലായി? അങ്ങനെയാണ് യൂട്യൂബിൻ്റെ പോളിസി. അങ്ങനെ ആരെങ്കിലും ചാനലുകൾ ടെർമിനേറ്റ് ആയി മൾട്ടിപ്പിൾ ചാനൽസ് പോയി, പക്ഷേ ആദ്യത്തെ ചാനൽ തിരിച്ചെടുത്തതിന് ശേഷവും നിങ്ങളുടെ ബാക്കി ചാനലുകൾ തിരിച്ചെടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൻ്റെ ഹെൽപ്പ് സെൻറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ എല്ലാ ചാനലുകളും നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ചാനലിൽ ഇത് ബൈ മിസ്റ്റേക്കിൽ വന്ന കേസാണെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാത്ത കേസുകളിൽ ഒന്നും തന്നെ യൂട്യൂബിൻ്റെ ആയിക്കോട്ടെ മെറ്റയുടെ ആയിക്കോട്ടൊക്കെ പോളിസി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പെട്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസീസൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോകൾ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വീഡിയോ ഒരു 5 മിനിറ്റുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരുമാതിരി വൃത്തിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കഷ്ടപ്പാടാണ് അതിൻ്റെ പുറകിൽ. പേഴ്സണലി ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ലോണം അറിയാം ഓരോ വീഡിയോയും നമ്മൾ ചെയ്യുന്ന എന്ത് എഫോർട്ട് എടുത്തിട്ടാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ എഫോർട്ട് വെള്ളത്തിലായി പോകുന്ന രീതിയിലുള്ള പരിപാടികൾ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വർക്ക് ചെയ്യുക. ഞാൻ ഫേസ്ബുക്ക് കൂടി ഇതിൻ്റെ ഇടയ്ക്ക് എടുത്ത് പറയാനുള്ള കാരണം, ഫേസ്ബുക്കിൽ ഈ യൂട്യൂബിൽ നടക്കുന്നതിനേക്കാളും വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. അറ്റ്ലീസ്റ്റ് യൂട്യൂബിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് ടീമിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാനെങ്കിലും ഉള്ള അവസരമുണ്ട്. പക്ഷേങ്കിൽ ഫേസ്ബുക്കിൽ മെറ്റയിലൊക്കെ ഭയങ്കര പാടാണ് അവരുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യാനും ഒരു സൊല്യൂഷൻ എടുക്കാനുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഫേസ്ബുക്കും യൂട്യൂബും അവരുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ചെയ്ത ചാനലാണെന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ പോളിസീസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതല്ലാതെ ഏത് രീതിയിലുള്ള ഉടായ്പ പരിപാടിയിലൂടെ നമ്മൾ പൈസ ഉണ്ടാക്കാൻ നോക്കി എന്ന് പറഞ്ഞാലും അത് ലോങ് ടൈമിൽ നമുക്ക് പ്രയോജനം ചെയ്തില്ല. ചിലപ്പോൾ ഷോർട്ട് ടൈമിലൊക്കെ നമുക്കിത് യൂട്യൂബ് ഇത് മനസ്സിലാക്കുന്നിടം വരെ, നമ്മളുടെ വയലേഷൻ, നമ്മുടെ പേജിലെ വയലേഷൻസ് മനസ്സിലാക്കുന്നിടം വരെ നമുക്ക് ചിലപ്പോൾ പൈസ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരാം. പക്ഷെങ്കിൽ മുമ്പോട്ടുള്ള സമയത്ത് അത് നമുക്ക് മൊത്തത്തിൽ പണി തരുന്ന ഒരു സംഭവമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് സേഫ് ആയിട്ട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, റിപ്ലൈ തരാം. അതല്ല ഇൻസ്റ്റാഗ്രാമിൽ എന്നെ DM ചെയ്താലും ഞാൻ അവിടെയും മാക്സിമം എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയും നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.